എല്ലാവർക്കും നമസ്കാരം. അന്നേ പറഞ്ഞു 27-ാം തീയതി പിറന്നനാൾ അന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. നാളെ 2-ാം തീയതി കേസുണ്ട് അല്ലേ? ആമാ, டார்ச்சர் பண்றாங்க. எனக்கு പറയാനുള്ള ഒരു കാര്യമുണ്ട്. என் தம்பி தான் அனுபு. இதுக்கு முன்பு ഒന്നുമേ വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ, ഒന്നുമേ വേണ്ടാന്ന് മീഡിയ മുമ്പ് അഭിനയിച്ച് കരഞ്ഞ് ക്യാമറ മുമ്പ് അഭിനയിച്ച് കരഞ്ഞ ആളുകൾ എന്നെ വിളിച്ച് വരുത്തി വയ്യാതിരിക്കുന്ന സമയത്ത് അന്ന് നീ വന്നല്ലേ, ഇവ വന്നിരുന്നു അല്ലേ? 10-ാം തീയതിയാ 9-ാം തീയതിയാ? ആണോ? തോന്നുന്നു. ഞങ്ങൾ അവിടെ ഇരുത്തി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒന്നും അതെല്ലാം പോട്ടെ. പിന്നെ ഫോൺ കോളിൽ വിളിച്ച് നെഗോസിയേഷൻ നടത്തുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലായിടത്തും ഒരു ചോദ്യം ചോദിക്കാണ്, ഞാൻ എത്ര പേർക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എനിക്കറിഞ്ഞോടാ എന്ത് ചെയ്യണമെന്ന്, എനിക്കറിഞ്ഞോടാ. ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട്, അത്രയും ഞാൻ കൊടുത്തിരിക്കാൻ. ഇപ്പവും 2 ലക്ഷം രൂപ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയില് പറയുന്നു. அந்த ரிப்போர்ட்டர் சேனல்ல ஒரு மொட்டை மண்டைய இருக்கான். மொட்டத்தன அவன் பேர் என்ன? அருணா? மொட்டை மண்டைய அருண், நீ காரணமான இത്രയും പ്രശ്നമായില്ല എന്റെ കുടുംബത്തിൽ. എന്ത് അടിസ്ഥാനത്തിൽ എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക്? അരുണേ, മൊട്ടത്തന നീ മണ്ടയിലും ഒന്നുമില്ല, അകത്തും ഒന്നുമില്ല. എന്ത് അടിസ്ഥാനത്തിൽ വിളിച്ചു എന്നെ? 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടും? അപ്പടിയാ? ആണോ? അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇതെങ്ങനെ, എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும். ரெக்கார்ட்ஸ் இல்லாம ஒரு சாட்டலைட் சேனல், ரிப்போர்ட்டர் சேனல் எப்படி எങ്ങനെ நீங்கள் அது പറയും? இஃப் யூ டேர் கம் இன் லைவ், என்கிட்ட பேசு, லைவ்ல பேசு. அருண் தானே அவன் பேரு? மொட்டையா இருப்பான் அருண். லைவ்ல பேசு. என் குடும்பம் எவ்வளவு கஷ்டப்படுது മനസ്സിലാവുന്നുണ്ടോ? നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തനം കൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കാനാണ്. പിന്നെ അവളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇട്ടിരിക്കുന്ന FD ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. കോടതിയെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? എങ്ങനെ പറ്റിക്കാൻ? നിങ്ങൾ മണ്ടന്മാരാണോ? കോടതി മുമ്പ് വെച്ചല്ലേ ഒപ്പിടുന്നത്? അവിടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? കാശ് അവിടെ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്? DD ആയിട്ട് കൊടുക്കുന്നത്? ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് ആണോ? ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് അറിവില്ലേ? അറിവ് വേണ്ടേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇടേ അരുണെ എന്നെ വിളിക്കും.